ഹലോ ഗൈസ്, അത്താഴത്തിന് എൻ്റെ ഉമ്മ പണ്ടൊക്കെ പറയുവേ, പിന്നെ കഞ്ഞി കുടിച്ചാൽ മതി മോളെ, നോമ്പിന് ക്ഷീണം മാറുമെന്ന് പറയും അത്താഴത്തിന്. അപ്പോൾ കഞ്ഞിയാകുമ്പോൾ നമ്മുടെ വയറിന് എരിച്ചിൽ, പുകച്ചിൽ, അസ്വസ്ഥത ഒന്നും ഉണ്ടാകത്തില്ല. നോമ്പ് കഞ്ഞി എന്നാൽ പള്ളിയിൽ കിട്ടിയ കഞ്ഞിയാട്ടാ. ഇവിടെ കഞ്ഞി വയ്ക്കാറില്ല, അപ്പം നമുക്ക് പള്ളി അടുത്തുണ്ട്, അതുകൊണ്ട് പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടും. അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് എന്താ പറയുക, 2-3 ഈത്തപ്പഴവും വെള്ളവും വേണമെങ്കിൽ അതിങ്ങനെ കുടിക്കാം. അപ്പം നമുക്ക് വയറിന് നല്ലതാണ്, എരിച്ചിൽ പുകച്ചിലൊന്നും ഉണ്ടാകത്തില്ല പെട്ടെന്ന്. ഇത് ചിലർ എന്താ പറയുക, ഇറച്ചിയും പൊറോട്ടയും അരിപ്പത്തിരിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കറിക്ക് ഇടുമ്പോൾ ധാരാളം ഇടുമ്പോൾ വയറിന് നല്ലതാണെന്ന് എല്ലാവരും പറയും. പക്ഷേ അത് ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത്, പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചവച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വെളുത്തുള്ളി കുറേ അച്ചാറിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. കാര്യം എണ്ണയും കൂടെ നമ്മുടെ വയറ്റിനകത്ത് പോവുകയാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അച്ചാറിടുന്നതിനെക്കാട്ടി നല്ലത് ഇതരിഞ്ഞ് നമ്മുടെ ശരീരത്തെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും. സാലഡ് ഇതൊക്കെ നല്ല പച്ചക്ക് തന്നെ കഴിക്കുക. അപ്പോൾ അത്താഴത്തിന് ഇന്ന് കഞ്ഞിയാണ് കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ.